ചരിത്രത്തിലാദ്യമായി സ്കൂൾ തുറക്കുന്നതിന് മുൻപ് 3 മാസം മുമ്പ് പാഠപുസ്തക വിതരണം ചെയ്യാൻ സംസ്ഥാന സർക്കാർ 1 മുതൽ 10 വരെയുള്ള ക്ലാസുകളുടെ പാഠപുസ്തക വിതരണം ഫെബ്രുവരി 13-ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. വിവരങ്ങളുമായി ഇപ്പോൾ സുജി ടി ബാബു ചേരുകയാണ്. സുജി, ഒരുപക്ഷെ ഇപ്പോൾ വലിയ തരത്തിൽ ഒരു സോഷ്യൽ മീഡിയയിലടക്കം ട്രോൾ വരുന്നതാണ് വി ഡി സതീശൻ നയിക്കുന്ന പുതുയുഗ യാത്ര. ആ പുതുയുഗം പഴയ യുഗത്തിലേക്ക് കൊണ്ടുപോകുന്ന പഴയ യുഗത്തെക്കുറിച്ചുള്ള ഓർമ്മ വേണമെന്ന് മന്ത്രി പി രാജീവ് കഴിഞ്ഞ ദിവസം പറഞ്ഞതുകൂടി ഈ സാഹചര്യത്തിൽ ഓർക്കുകയാണ്. ഏതായാലും ഒരുപക്ഷെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് സ്കൂൾ തുറക്കുന്നതിന് 3 മാസം മുമ്പ്, അതായത് വേനലവധിക്ക് മുൻപ് തന്നെ പാഠപുസ്തകങ്ങൾ 1 വരെ 10 വരെയുള്ള സ്കൂൾ കുട്ടികളുടെ കൈകളിലേക്ക് പാഠപുസ്തകം എത്തുന്നു. എങ്ങനെയാണ് മന്ത്രി ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞത്? 13-ാം തീയതി മുഖ്യമന്ത്രി തന്നെയാണ് വിതരണോദ്ഘാടനം നിർവഹിക്കുന്നതെന്നും മനസ്സിലാക്കുന്നു. തീർച്ചയായും സിജു, അതായത് 13-ാം തീയതി മുഖ്യമന്ത്രി പാഠപുസ്തക വിതരണം നടത്തും. 1 തൊട്ട് 10 വരെയുള്ള കുട്ടികളുടെ പാഠപുസ്തകമാണ് വിതരണം ചെയ്യുന്നത്. +2 തരത്തിലുള്ള, അതായത് +1 +2 തരത്തിലുള്ള വിദ്യാർത്ഥികളുടെ പാഠപുസ്തകം 2 ആഴ്ചയ്ക്കുള്ളിൽ തയ്യാറാകുകയും ചെയ്യും. ഇതിലെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 3 മാസത്തിന് മുമ്പ് തന്നെ, അതായത് സ്കൂൾ തുറക്കുന്ന 3 മാസത്തിന് മുമ്പ് ചരിത്രത്തിൽ ആദ്യമായി സംസ്ഥാന സർക്കാരിൻ്റെ സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്ക് പാഠപുസ്തകം എത്തുകയാണ്. അതിൽ നമുക്ക് കാണേണ്ട ഒരു കാര്യം, കഴിഞ്ഞ 4 വർഷം അല്ലെങ്കിൽ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് തന്നെ പാഠപുസ്തകം വിതരണമുണ്ട്. ഇത്തവണത്തെ പ്രത്യേകത എന്ന് പറയുന്നത് അത് 3 മാസം മുമ്പ് തന്നെ പൂർത്തിയാക്കാൻ സാധിക്കുന്നു. ഇപ്പം മന്ത്രി തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട് തൻ്റെ പ്രസംഗത്തിൽ, സ്കൂൾ പാഠപുസ്തകം ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് നൽകിയ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു എന്ന് ഓർക്കേണ്ടതാണ്. അതോടൊപ്പം നമ്മുടെയൊക്കെ മനസ്സിലുള്ളൊരു കാര്യമാണ്, സംസ്ഥാനത്ത് ഓണം നേരത്തെ വന്നതുകൊണ്ടാണ് പാഠപുസ്തകം മുടങ്ങിയെന്ന് പറഞ്ഞ ഒരു വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി. അവിടെ നിന്നാണ് സിജു സൂചിപ്പിച്ച പോലെ 10 വർഷങ്ങൾക്ക് ഇപ്പുറം, അല്ലെങ്കിൽ ഇടതുപക്ഷ സർക്കാർ ഭരിക്കുമ്പോൾ സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് തന്നെ പാഠപുസ്തകം ലഭിക്കുന്നു. അതിപ്പോൾ ചരിത്രത്തിൽ ആദ്യമായി 3 മാസത്തിന് മുമ്പ് തന്നെ 1 മുതൽ 10 വരെയുള്ള വിദ്യാർത്ഥികൾക്ക് പാഠപുസ്തകം കൊടുക്കാൻ സാധിക്കുന്നു. അത് 13, ഇനി നാളെ കഴിഞ്ഞ് 2 ദിവസത്തിനുള്ളിൽ തന്നെ ഈ കുട്ടികളിലേക്ക് എത്തുക എന്ന് പറയുന്ന വലിയ നേട്ടമാണ്. ആ നേട്ടത്തിൻ്റെ സർക്കാർ തുടരുകയും ചെയ്യുകയാണ്. ഒരുപക്ഷെ ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടായിരിക്കാം ഒരു സ്കൂൾ സിലബസിൽ, സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് 3 മാസം മുമ്പ് പുസ്തകം ലഭിക്കുന്നതാ. സുജു, അത് ഒരുപക്ഷെ ഈ വർഷത്തെ 3-ാം ടേം പരീക്ഷ തുടങ്ങുന്നതിന് മുൻപ് തന്നെ അടുത്ത വർഷത്തെ പുസ്തകം എത്തുന്നതെന്ന് കൂടി എടുത്തു പറയേണ്ടതുണ്ട്. തീർച്ചയായിട്ടും SSC പരീക്ഷ എത്തുന്ന മാർച്ച് 5-നാണ് ആരംഭിക്കുന്നത്. അതിനൊക്കെ പരീക്ഷയ്ക്കൊക്കെ കുട്ടികൾ തയ്യാറാവുന്നതിന് മുമ്പ് തന്നെ അടുത്ത വർഷത്തെ പുസ്തകം സ്കൂളിലേക്ക് എത്തുകയാണ്. വലിയ നേട്ടമാണ്. കാരണം നമ്മൾ ഈ നേട്ടം മനസ്സിലാക്കേണ്ടത്, ഇപ്പം മുമ്പ് എങ്ങനെയായിരുന്നു കേരളത്തിൻ്റെ അവസ്ഥ എന്ന് പരിശോധിച്ചാൽ മാത്രം മതി. അതായത് പാഠപുസ്തകത്തിന് കുട്ടികൾ ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് നൽകുന്നു. ഓണം നേരത്തെ എത്തിയതുകൊണ്ട്, അതായത് സ്കൂൾ തുറന്നുകൊണ്ടല്ല പ്രശ്നം, ഓണം നേരത്തെ എത്തിയതുകൊണ്ട് പുസ്തകം വൈകിയത് അതുകൊണ്ടാണെന്നൊക്കെ പറഞ്ഞ കാരണങ്ങൾ നമ്മൾ പറഞ്ഞ് വിദ്യാഭ്യാസ നിലവാരം വരികയാണ്. അവിടെ പാഠപുസ്തകം കിട്ടുക എന്ന് പറഞ്ഞാൽ 3 മാസം മുമ്പേ തയ്യാറായി സ്കൂളിലേക്ക് എത്തുക എന്ന് പറഞ്ഞാൽ വലിയ നേട്ടമാണ്. അതൊരു ചരിത്രത്തിൽ ആദ്യമായി, ഇന്ത്യയിൽ ആദ്യമായി തന്നെ എനിക്ക് സംഭവം നടക്കുന്നത്. അത് വലിയ നേട്ടമാണ്. അപ്പം അത് അവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല. നമ്മൾ ഇപ്പോൾ ഇന്ന് മന്ത്രി വി ശിവൻകുട്ടി റാന്നിയിൽ പങ്കെടുത്ത 4 പുതിയ സ്കൂൾ കെട്ടിടങ്ങളുടെ ഉദ്ഘാടനമാണ്. റാന്നി നിയമസഭാ മണ്ഡലത്തിൽ മാത്രം 21 സ്കൂളുകളാണ് കെട്ടിട നിർമ്മാണമാണ് പുതിയതായി സംഭവിച്ച കഴിഞ്ഞ 5 വർഷം കൊണ്ട്. ഒരു നിയമസഭാ മണ്ഡലത്തിലെ മാത്രം കണക്കാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ സംസ്ഥാന വ്യാപകമായിട്ട് കിഫ്ബി മുഖേനയും മറ്റ് പദ്ധതികളെല്ലാം മുഖേന സ്കൂൾ കെട്ടിടങ്ങളുടെ അടിസ്ഥാന സൗകര്യം വർദ്ധിപ്പിക്കുന്നു. അതിനോടൊപ്പം തന്നെയാണ് ഈ പാഠപുസ്തകത്തിന്റെ വരവ്. അടിമുടി മാറ്റമാണല്ലോ. ഇപ്പൊ നമുക്ക് ബാക്ക് ബെഞ്ചസ് ഇല്ലാത്ത. ശരി, സുജു ടി ബാബുവാണ് പത്തനംതിട്ടയിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്.